അറിയിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ സംഭരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം على خير خلقه نبينا محمد وآله وصحبه الحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. يا مالك الملك ما لي من نلوذ به سواك عند نزول الكرب والنقم. أدعوك وحدك يا من لا شريك له دعاء معترف بالذنب والندم. يا واحدا صمدا يا ماجدا أبدا يا حافظا رازقا للخلق كلهم. برئت من مشرك غاب وذي شبه وكل مبتدع في الدين متهم. يا رب فاهد حيار المسلمين وهب رشدا لهم واكفهم من فتنة الأمم. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മന്ദലം കുന്നിലെ സലഫി പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള
എന്റെ ഗുരുനാഥൻ, അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകന്മാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഈ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ-ഇസ്ലാഹ് റേഡിയോയിലൂടെയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദഅവ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചക ചര്യയും ആധുനിക സമൂഹവും എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ എനിക്ക് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള മതമാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാം നമുക്ക് ഈ ലോകത്ത് പരിചയപ്പെടുത്തി തന്ന അന്തിമ പ്രവാചകനാണ്. നാം ഏവരും നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കാൻ കടപ്പെട്ടവരായ മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ലോക സമൂഹത്തിന് വെളിച്ചമായിക്കൊണ്ട് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ള മഹനീയമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ മൂന്നും ലോകത്ത് ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ധാരാളമായി തെറ്റിദ്ധരിക്കുകയും പലരുടെയും തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിക്കൊണ്ട് ഇസ്ലാമിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനും ഇന്ന് ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഏത് കാലത്തും വിമർശനങ്ങൾ ഇസ്ലാമിന്റെ നേരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ, പരിശുദ്ധ ഖുർആനിന്റെ നേരെ ഒക്കെയും ലോകത്ത് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാണല്ലോ, അവിടുത്തെ ചര്യയെ സംബന്ധിച്ചാണല്ലോ നമുക്ക് സംസാരിക്കുവാനുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള പകയും വിദ്വേഷവും അവിടുത്തെ സംബന്ധിച്ചുള്ള ദുരാരോപണങ്ങളും ലോകത്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യവുമായി മക്ക രാജ്യത്ത് തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ അവിടത്തെ സംബന്ധിച്ച് വില കുറച്ച് കാണിക്കുവാനുള്ള ദുഷ്പ്രചരണങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട് എന്നറിയാത്തവരല്ല മുസ്ലിമീങ്ങളായ നാം ഏവരും. സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു എന്ന് നമുക്കറിയാം. അവിടുത്തെ ജീവചരിത്രം വിശദീകരിച്ചാൽ തീരാത്തത്രയും വിപുലമായി കിടക്കുകയാണ്. മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് മക്കയിൽ 40 കൊല്ലക്കാലം അവിടുന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ സമൂഹത്തിനിടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നബിയായി അവിടുന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് എത്രത്തോളം വലിയ നേതാവായിരുന്നു ആ ജനങ്ങൾക്കിടയിൽ. ആ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണിലുണ്ണിയായ നേതാവായിരുന്നു. ഏതൊരു പ്രശ്നങ്ങൾക്കും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അന്നത്തെ മുഹമ്മദ്
എല്ലാവരുടെയും ഇടയിൽ പ്രശംസ പിടിച്ചു പറ്റിയ നേതാവായിരുന്നു. അന്ന് അദ്ദേഹം പ്രവാചകനായി അറിയപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അമീൻ എന്നാണല്ലോ ജനങ്ങൾ അവിടുത്തെ വിളിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവ്. ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ സന്ദർഭത്തിൽ അതേ ഏറ്റവും കൂടുതൽ അവർ അവസാന വാക്കായിക്കൊണ്ട് കണ്ടിരുന്ന നേതാവ് മുഹമ്മദ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിലപ്പുറം പിന്നെ അവർക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവരിൽ തീർപ്പ് കൽപ്പിച്ചിരുന്ന മധ്യസ്ഥനായ നേതാവായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സഹോദരങ്ങളെ അവിടുന്നതാ ജനങ്ങളെ വിളിച്ചുകൂട്ടുകയാണ്. നബുവത്ത് കിട്ടിയതിന്റെ ശേഷം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ ആദർശമങ്ങ് തുറന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പടച്ച റബ്ബിന്റെ കൽപ്പന കിട്ടിയപ്പോൾ അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, അതേ മുന്നറിയിപ്പ് കൊടുക്കണം നബിയേ, അടുത്ത ബന്ധുക്കളോട് പറയണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ആ നിർദ്ദേശം അങ്ങ് കിട്ടിയപ്പോൾ മക്കയിലെ സഫാ കുന്നിന്റെ മുകളിലേക്കൊരു മഹായോഗം വിളിച്ചു കൂട്ടുകയാണ്. ആ യോഗത്തിലേക്ക് എല്ലാ ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു. തന്റെ കുടുംബത്തിലെ ഗോത്രത്തിലെ കബീലയിൽപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി. പ്രവാചകന്റെ വിളിയല്ലേ, മുഹമ്മദിന്റെ വിളിയല്ലേ, എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന ആ മഹാമനുഷ്യന്റെ വിളി കേട്ട് അവിടെയുണ്ടായിരുന്ന നാട്ടുകാരെ മുഴുവനും പ്രതിനിധികളെ അയച്ചുകൊണ്ടുപോലും സഫാ കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇതുവരെ പറയാത്ത ചില സത്യങ്ങളങ്ങ് തുറന്നു പറയുകയായി. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ജനങ്ങളെ, നിങ്ങളുടെ വിജയത്തിനാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞു തരാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സുരക്ഷിതത്വത്തിനാവശ്യമായത്, നിങ്ങളുടെ വിജയത്തിനാവശ്യമായത്, നിങ്ങളുടെ പാരത്രികമായ ലോകത്തിന്റെ വിജയത്തിന് നിദാനമാകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള അല്ലാഹുവിങ്കൽ നിന്നുള്ള ദൂതനാണ് ഞാനെന്ന് പറയുകയും ആ പാരത്രികമായ ലോകത്തെ വിജയത്തിനാവശ്യമായത് എന്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അവിടുന്ന് ചുരുക്കിയങ്ങ് പറഞ്ഞ് ആ സത്യമങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് അതേ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, തബ്ബൻ ലക അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശം. ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൂട്ടിയത്? ഇത് പ്രഖ്യാപിക്കാനാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ കയർക്കുകയാണ്. അവിടുത്തെ തിരുമുഖത്ത് നോക്കിക്കൊണ്ടതാ അവിടുത്തെ ശകാരിക്കുന്നു. അതേ പടച്ച റബ്ബ് മറുപടിയായിക്കൊണ്ട് ആയത്ത് അവതരിപ്പിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് എന്ന് തുടങ്ങി വളരെ കൃത്യമായ നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എതിരെ ശബ്ദിച്ചവരുടെ ഏറ്റവും മോശത്തരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു അധ്യായം തന്നെ അവതരിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ അവരോടൊരു സത്യം പ്രഖ്യാപിച്ചതാണ്. ആ സത്യം പ്രഖ്യാപിച്ച നേരത്ത് അതേ അവിടുന്ന് ഇതുവരെ അല്ലമീൻ എന്ന് വിളിച്ചവർ, അവിടുത്തെ ബഹുമാനിച്ചവർ, അവിടുത്തെ സ്നേഹിച്ചവർ, അവിടുത്തോട് എല്ലാ കാര്യങ്ങളിലും കൂടിയാലോചന നടത്തിയവർ, പക്ഷേ അവർക്ക് വെറുപ്പാകുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിനുശേഷം ആരോപണങ്ങൾ കൊണ്ട് മൂടുകയാണ്. ഓരോ ദിവസങ്ങളിലും ധാരാളം ദുരാരോപണങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്ക് അഴിച്ചുവിടുന്നത്. ഈ സത്യം പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ അതേ നാട്ടുകാർക്ക് കണ്ടുകൂടാത്തവനായി
സമൂഹത്തിലുള്ള ആളുകൾക്ക് കണ്ടുകൂടാത്തവനായി, പ്രമാണിമാർക്ക് കണ്ടുകൂടാത്തവനായി, സമൂഹത്തിലെ വലിയവരെന്ന് നടിക്കുന്നവർക്ക് കണ്ടുകൂടാത്തവനായി, എല്ലാവരും കൂടെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വ്യക്തിത്വത്തെ ഇനി ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ, അവിടുന്ന് ജനങ്ങളോട് പറയുന്ന സത്യത്തിന്റെ സന്ദേശം ഇനി ജനങ്ങളുടെ കാതുകളിലേക്ക് എത്താതിരിക്കാൻ അവിടുത്തെ കുറിച്ച് വ്യക്തിപരമായ അതേ വിമർശനങ്ങൾ നടത്തുകയാണ്. അവിടുത്തേക്ക് തലക്ക് സുഖമില്ലെന്നവര് പറഞ്ഞു, മജ്നൂനാണ് മുഹമ്മദ് എന്നവര് ആരോപണം പറഞ്ഞു. വെറും പാട്ടും പാടി നടക്കുന്ന, ഒരു കവിതയുമായി നടക്കുന്ന കേവലം ഒരു പാട്ടുകാരനാണ്, ഷായിറാണ് മുഹമ്മദ് എന്നവര് പറഞ്ഞു. അതേ ജനങ്ങളെ പാട്ടിലാക്കി വശീകരിച്ച് സംസാരിക്കുവാനും അവരെ മയക്കിയെടുക്കുവാനും കഴിയാവുന്ന ഒരു സാഹിറാണ്, അതേ വശീകരണ വിദ്യ കൈവശമുള്ള ജാലവിദ്യക്കാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ശത്രുക്കൾ ആരോപിച്ചു. അതുപോലെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുകയായി. ആ സന്ദർഭങ്ങളിലെല്ലാം ഏതൊക്കെ ആരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പറയുന്നുണ്ടോ, പറയുന്ന ശത്രുക്കളുടെ മുഴുവൻ മനസ്സിലിരിപ്പ് എന്താണ്? എന്തിനാണ് അവർ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരത്തുന്നത്? അവിടുത്തെ ശബ്ദം ഇനി സമൂഹം കേട്ടുകൂടാ, അവിടുത്തെ ആദർശത്തിലേക്ക് ഇനി ജനങ്ങൾ അടുത്തുകൂടാ, ഇസ്ലാമില്ലെന്ന് ആളുകൾ അകന്നു പോകണം, മുഹമ്മദിന്റെ അടുക്കൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകണം. ഇനി മുഹമ്മദിനെ കണ്ടാൽ വെറുപ്പ് തോന്നണം എന്ന് മനസ്സ് വെച്ചുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്ക് ഈ ആരോപണങ്ങളൊക്കെ പറഞ്ഞു വിട്ടത്. പക്ഷേ സംഭവിച്ചത് നേരെ വിരുദ്ധമാണ്, സംഭവിച്ചത് നേർ വിപരീതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എത്ര ആരോപണങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ ആരൊക്കെ പറയുന്നുവോ അതിനേക്കാളെല്ലാം 10 മടങ്ങ് ശക്തമായിക്കൊണ്ട് അവിടുത്തെ വ്യക്തിത്വം തിളങ്ങുന്നു. അവിടുന്ന് പഠിപ്പിക്കുന്ന ആദർശം ലോകത്ത് എത്തുന്നു. ഇത് അക്കാലഘട്ടത്തിൽ മാത്രമല്ലല്ലോ, ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ പോലും കേട്ടിട്ട് മറുനാട്ടിൽ നിന്ന് മക്കയിലെത്തിയിട്ടുള്ള പല ആളുകളും ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ നിജസ്ഥിതി എന്തെന്നറിയാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലെത്തിയിട്ട് അതേ ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചുപോയ കാഴ്ചയാണ് ചരിത്രത്തിലുള്ളത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ 100 കൂട്ടം ആളുകൾക്ക് അവിടുത്തെ കുറിച്ചുള്ള ദുരാരോപണങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകലാനല്ല, ഇസ്ലാമിലേക്ക് കടന്നു വരാനാണ് നിമിത്തമായതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യകാല ചരിത്രം. ഇന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന കക്ഷികളുണ്ട്, അവിടുത്തെ കുറിച്ച് ആരോപണം പറഞ്ഞ കക്ഷികളുണ്ട്, വ്യക്തിപരമായി അവിടുത്തെ കുറിച്ച് ലൈംഗിക ശുദ്ധിയില്ലാത്ത വ്യക്തിത്വമാണെന്ന് പറഞ്ഞവരും ദുഷ്ടന്മാരുണ്ട്. കാർട്ടൂണുകൾ വരച്ചുകൊണ്ട് അവിടുന്നതാ ഒരു ഭീകരവാദിയാണെന്ന് ചിത്രീകരിച്ച ആളുകളുണ്ട്. കാരുണ്യത്തിന്റെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ തൊട്ടുകൂടാത്ത വ്യക്തിയാണെന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട്. പക്ഷേ എത്രത്തോളം അന്നും ഇന്നും ഇനിയെന്നും ആ നേതാവിനെ കുറിച്ച് ആരൊക്കെ ആരോപണങ്ങൾ പറയുന്നുവോ അവരുദ്ദേശിക്കുന്നത് എത്ര ശക്തമായി ഇതില്ലെന്ന് ആളുകളെ അകറ്റാനാണോ അതിനേക്കാൾ 1000 മടങ്ങ് ശക്തമായി കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വമതാ സമൂഹത്തിന്റെ മുമ്പിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഇതുവല്ല കുലുക്കവും ഉണ്ടാക്കിയോ? ആരോപണങ്ങൾ ഒരുപാട് കേട്ടപ്പോൾ അവിടുന്ന് തളർന്നുവോ? ദുരാരോപണങ്ങൾ താൻ ചെയ്യാത്തത് തന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലുങ്ങിപ്പോയോ? തന്റെ ആദർശത്തിന്റെ പോരാട്ടത്തിന്റെ രംഗത്ത് നിന്ന് പിൻവാങ്ങിപ്പോയോ?
ശത്രുക്കൾ അതിനല്ലേ ആരോപണം പറയുന്നത്. അതേ ഒന്ന് മനസ്സൊന്ന് തളർത്താൻ, മാനസികമായി ഒന്ന് പീഡിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മേഖലയിൽ നിന്ന് ആ പരിപാവനമായ ശബ്ദത്തെ ഒന്ന് തടയിടാൻ വേണ്ടിയല്ലേ കളികളൊക്കെ അന്ന് കളിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവിന്റെ കാവലുണ്ട്. റബ്ബിന്റെ ദീനാണ് അവിടെന്ന് പറയുന്നത്, ആദർശമാണ് അവിടെന്ന് പറയുന്നത്. ഓ നബിയേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വന്നു കിട്ടിയിട്ടുള്ള സന്മാർഗത്തിന്റെ ശബ്ദത്തെ എത്തിച്ചു കൊടുക്കൂ നബിയേ. അതേ ഖുർആൻ പറയുന്നു, വല്ലാഹു യഅസിമുക മിനന്നാസ്, ആളുകളുടെ സർവ്വവിധത്തിലുള്ള ശർറുകളിൽ നിന്നും അല്ലാഹു താങ്കളെ കാത്തുരക്ഷിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസമാകുന്ന നിലക്ക് ആയത്തുകൾ ഇറങ്ങുന്നു. മുൻഗാമികളായ പ്രവാചകന്മാര് സഹിച്ച ത്യാഗത്തിന്റെ കഥകൾ അവിടുന്ന് കേൾക്കുന്നു, അവിടുന്ന് അത് മനസ്സിലാക്കുന്നു, പ്രയാണം തുടരുന്നു. അങ്ങനെ ധൈര്യസമേതം ഏത് ദുരാരോപണങ്ങളെയും വെട്ടിമാറ്റിക്കൊണ്ട് ആരോപണങ്ങളെയെല്ലാം അവയുടേതായ ആ രൂപത്തിൽ തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സത്യത്തിന്റെ സന്ദേശം ഈ ലോകത്തേക്ക് എത്തിച്ചു തരാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം സഹിച്ചതുകൊണ്ട് ലോകത്തിന്റെ ഇന്നും അതാ അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാം, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകൾ, അവിടുന്ന് പഠിപ്പിച്ച ചര്യകൾ കെടാതെ ആ കെടാത്ത കൈത്തിരി ലോകമനസ്സുകളുടെ മുഴുവനതേ ഹൃദയങ്ങളിൽ വളരെ കൃത്യമായി തെളിഞ്ഞു ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ത്യാഗം സഹിച്ച നേതാവിന്റെ അനുയായികളാണ് മുജാഹിദുകളെ നമ്മൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ ഹുബ്ബ്, അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹം എത്രയാണ്. അതേ നമ്മേക്കാൾ നമുക്ക് കടപ്പെട്ടവരല്ലേ നമ്മുടെ നേതാവ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാളും ഏറെ കടപ്പെട്ടവരാണ്. അവിടുത്തെ ഭാര്യമാരാവട്ടെ, അതേ നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ്. നമ്മുടെ ഉമ്മമാരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്. ആ നിലക്കുള്ളവരാദരവിലാണ് നമ്മൾ ആ കുടുംബത്തെ കാണുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നമ്മുടെ ബാപ്പയോടുള്ള സ്നേഹത്തെക്കാൾ, ഉമ്മയോടുള്ള സ്നേഹത്തെക്കാൾ, സമൂഹത്തിലുള്ള എല്ലാവരോടുമുള്ള സ്നേഹത്തെക്കാൾ മികച്ചു നിൽക്കുകയാണ് എപ്പോഴും മുജാഹിദുകളെ. കേട്ടുപരിചയമുള്ള ഹദീസല്ലയോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയായി തീരുകയില്ല ഞാൻ അവന് ഏറ്റവും പ്രിയങ്കരനായി തീരുവോളം, മിൻ വാലിദിഹി അവന്റെ മാതാപിതാക്കളെക്കാളും, വവലദിഹി അവന്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ ലോകത്തുള്ള സർവമനുഷ്യരെക്കാളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ജീവനേക്കാളും അവിടുന്ന് നമുക്ക് പ്രിയങ്കരനായി തീരുന്നത് വരെ വാചികമായി മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല ഉമ്മമാരെ, പ്രയോജനമില്ല ഉപ്പമാരെ. നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഹുബ്ബ് അത് ശരിക്കും അങ്ങ് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ സ്നേഹമുണ്ടെന്ന വാക്കുകൾക്ക് എന്താ വിലയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവിടുത്തെ മഹത്വത്തിന് കോട്ടമൊന്നും വരാനില്ല. സ്നേഹിച്ചതുകൊണ്ട് അവിടുത്തെ മഹത്വം വർദ്ധിക്കുന്നുമില്ല. സ്നേഹിച്ചാൽ നമുക്ക് നല്ലത്, ബഹുമാനിച്ചാൽ നമുക്ക് നല്ലത്. കാരണം ലോകം മുഴുവൻ അതേ ശത്രുക്കളേത് കാലത്തും അവിടുത്തെ സംബന്ധിച്ച് പലതും പറഞ്ഞപ്പോഴും അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ മനസ്സമാധാനത്തിന് വേണ്ടി പടച്ച റബ്ബ് കൊടുത്തില്ലേ, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ യശസ്, അങ്ങയുടെ പേര്, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തി തന്നില്ലയോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ ആ ശത്രുക്കൾക്കിടയിലുള്ള കുപ്രചരണങ്ങൾക്കിടയിൽ ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെയും കുഞ്ഞുനാളിലെ മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റേത്. പെൺകുട്ടികൾ മാത്രമാണല്ലോ ജീവിച്ചത്. ആൺകുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുമ്പോൾ ശത്രുക്കളത് മുതലെടുത്തുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിന് ഭാവിയില്ല, ആൺമക്കളില്ലാത്തവനെ എന്തിനു കൊള്ളും, ഇനി ആര് ഓർക്കാനാണ് മുഹമ്മദിനെ ഭാവി കാലത്തെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനല്ലേ പ്രിയപ്പെട്ടവരെ മറുപടി കൊടുത്തത്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, അങ്ങക്ക് ഭാവിയില്ലെന്ന് ആക്ഷേപിച്ചവനാണ് വാസ്തവത്തിൽ ഭാവിയില്ലാത്ത യശസ് കെട്ടവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് റബ്ബുൽ ആലമീൻ ആയത്ത് അവതരിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് എവിടെയെല്ലാം മുസ്ലിം ജീവിക്കുന്നുണ്ടോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പരിശുദ്ധമായ കലിമയൊല്ലിയ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ പേര് പറയാത്ത മിമ്പറുകളുണ്ടോ, ആ പേര് പറയാത്ത മിനാരങ്ങളുണ്ടോ, ആ പേര് പറയാത്ത വീടുകളുണ്ടോ, ആ പേര് പറയാത്ത രാജ്യങ്ങളുണ്ടോ, ആ പേര് കേൾക്കാത്ത ലോകമുണ്ടോ? അതേ അവസരത്തിൽ ഞങ്ങൾക്കൊരുപാട് ആൺമക്കളുണ്ടെന്ന് മേനി നടിച്ച ശത്രുക്കളെയൊക്കെ ഇന്ന് കേൾക്കുമ്പോ ലോകം അവരെ എത്ര പുച്ഛത്തോടെ നോക്കിക്കാണുന്നു. അങ്ങയുടെ പേരും യശസ്സും നാം ഉയർത്തി തന്നില്ലയോ? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥാനമാണത്. ദുന്യാവിൽ മാത്രമല്ലല്ലോ, ഇനി നാളെ പരലോകത്തെത്തുമ്പോഴും അവിടത്തേക്ക് അത്യുന്നതമായ സ്ഥാനമാണ്, അത്യുന്നതമായ പദവിയാണ്. ലോക സമൂഹത്തിന്റെ മുഴുവൻ സാക്ഷിയായിക്കൊണ്ട് ലോകത്തിലേക്ക് വന്ന മുഴുവൻ നേതാക്കളായ പ്രവാചകന്മാരുടെയും നായകനും നേതാവുമായിക്കൊണ്ട് അതേ മുഹമ്മദുർ റസൂലുള്ളാഹി നാളെ മഹ്ശറിൽ വരുമെന്നും അവിടത്തേക്കുള്ള മഹത്തായ ശുപാർശ റബ്ബിന്റെ അനുവാദത്തോടെ നിർവഹിക്കുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദുനിയാവിലും സ്ഥാനമുണ്ട്, നാളെ ആഖിറത്തിലും സ്ഥാനമുണ്ട്. അതേ അത്രത്തോളം സ്ഥാനമുള്ള നേതാവിനെ ആർക്കാണ് സഹോദരാ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? അവിടുത്തെ ശരീരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ, അവിടുത്തെ ബഹുമാനപ്പെട്ട ശബ്ദം നമുക്ക് കേൾക്കാനായിട്ടില്ലല്ലോ, അവിടുത്തെ കണ്ണുകളെ, അവിടുത്തെ ശരീരത്തെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷേ അവിടുത്തെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച സഹാബാ റളിയല്ലാഹു അൻഹും, ആ മഹാന്മാരായ സഹാബത്തിന് എത്രത്തോളമായിരുന്നു ഹബീബിനോട് സ്നേഹം. അവരവരുടെ ജീവനേക്കാൾ സ്നേഹിച്ചു. അതേ ജീവൻ പോകുന്ന ഘട്ടം, സ്വന്തം ജീവൻ പോയാലും അസറത്ത് ഖുറൈശുൻ മുസ്ലിമൻ ഫീ ഗസ്വത്തിൻ ഫമദാ ബിലാ വജലിൻ ഇലസ്സയ്യാഫി. അതേ സഅലൂഹു ഹൽ യുർദീക അന്നക സാലിമൂ ولك النبي فدا من الاتلاف فأجاب كلا لا سلمت من الردى من الردى ويصاب أنف محمد برعافي. വളരെ ഹൃദയസ്പൃക്കായ ഒരു കാര്യമാണ് കവി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു അനുചരനെ ശത്രുക്കൾ കൊല്ലാൻ കൊണ്ടുപോകുന്നു. കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്ത് ഒരു ചോദ്യമാണ്, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടോളാ, നിന്റെ നേതാവായ മുഹമ്മദിനെ സംബന്ധിച്ച് മറുത്തൊരു വാക്ക് നീ പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, അതല്ലെങ്കിൽ നിനക്ക് രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന ആ സ്വഹാബി പറയുന്നത് എന്താണ്? ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്റെ രക്ഷക്ക് പകരമായി കൊണ്ട് എന്റെ നേതാവിന്റെ മൂക്കിൽ നിന്ന് ഒരു തരി ചോരയെങ്കിലും, ഒരു തുള്ളി ചോരയെങ്കിലും കിനിഞ്ഞു എന്ന് ഞാൻ അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ
നേതാവിന്റെ കാലിൽ ഒരു മുള്ള് തറച്ചു എന്ന് കേൾക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അത്രത്തോളം അതേ കൊന്നോളൂ, എന്നെ വധിച്ചോളൂ, എനിക്കെന്റെ ജീവനേക്കാൾ വലുത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് പറഞ്ഞ, അവിടുത്തെ ശരീരത്തെ സ്നേഹിച്ച, അവിടുത്തെ ആദർശത്തെ സ്നേഹിച്ച, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ വലിയ പ്രാധാന്യത്തോടെ ലോകത്തിന്റെ മുമ്പിലേക്ക് പകർന്ന് കൈമാറിയ സഹാബാ കിറാം, അവരാണ് നമ്മുടെ സലഫുകൾ, അവരാണ് സലഫുസ് സാലിഹുകൾ, അവരാണ് നമ്മുടെ നേതാക്കന്മാർ. ആ നേതാക്കന്മാര് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചത്, അവിടുത്തോട് ഇഷ്ടം വെച്ചത്, അവര് അല്ലാഹുവിനെ സ്നേഹിച്ചത് അല്ലാഹ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നബിതങ്ങളിലൂടെ. ഖുൽ നബിയെ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമുണ്ടോ എങ്കിൽ റസൂലായ എന്നെ നിങ്ങൾ പരിപൂർണമായി പിൻപറ്റിക്കോ, എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പൂർണ്ണമായി പിൻപറ്റിയാലേ നമുക്ക് അള്ളാന്റെ ഇഷ്ടം കിട്ടുകയുള്ളൂ എന്നല്ലേ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി അള്ളാന്റെ തൃപ്തിയാണ് മോഹിക്കുന്നത്, അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എങ്ങനെയെന്നോ അവിടുന്നൊരാദർശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് രണ്ടാമത്തൊരു വർത്തമാനമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറാ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. മുഅ്മിനായ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂല് അല്ലാഹ് ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ അതിന് വിരുദ്ധമായി പിന്നെ അവർക്കൊരു എതിരഭിപ്രായമില്ല, അതിനെക്കുറിച്ച് പിന്നെ വേറെ ചർച്ചയില്ല. അത് അംഗീകരിക്കാൻ അവർ സന്നദ്ധരാണ്. അതിനെ ആരെങ്കിലും എതിർത്താലോ എതിർക്കുന്നവന് ശക്തമായ വിനയുണ്ടാകുമെന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളും ഗൗരവത്തോടെ ചിന്തിക്കണം. അവിടുത്തെ കൽപ്പനകൾക്ക് ഏതെങ്കിലും നിലക്ക് ആരെങ്കിലും വിരുദ്ധം പ്രവർത്തിച്ചാൽ അവർക്ക് വേദനയേറിയ പരീക്ഷണം വരാനുണ്ട്, കടുപ്പമുള്ള പരീക്ഷണം വരാനുണ്ട്, വേദനയേറിയ ശിക്ഷ വരാനുണ്ട്. അതിനെ അവരെ കാത്തിരുന്നു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങ് പറയുമ്പോൾ, നബിചര്യ എന്ന് പറയുന്നത്, സുന്നത്ത് എന്ന് പറയുന്നത് എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ നിർവചനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ ഇക്കാര്യം പറയുന്നത്. മറിച്ച് അവിടുന്ന് പഠിപ്പിച്ച മുഴുവനുമാണ് നബിചര്യ. അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച ആചാരങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവ പെരുമാറ്റ രീതികൾ, അവിടുന്ന് പഠിപ്പിച്ച മുആമലാത്തുകൾ, ഇടപാടുകൾ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധം ചെയ്യുക, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസത്തിന് എതിര് ചെയ്യുക, അവിടുന്ന് പറഞ്ഞ വാക്കുകളെ പരിഹസിക്കുക, അവിടുന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരിക്കുക. ആ നിലക്ക് അള്ളാനെ എതിർക്കുന്നവർ, റസൂലുള്ളാനെ എതിർക്കുന്നവർ, അതേ നിനക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ടോ എങ്കിൽ അവിടുത്തെ കൽപ്പനകൾ നിന്റെ ജീവിതത്തിൽ വേണ്ടേ? അതല്ലേ കവി ചോദിച്ചത്, പറഞ്ഞത്, ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം അത് ശരിക്കുമുള്ള സ്നേഹമാണെങ്കിൽ നിനക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ സഹോദരാ
നിനക്ക് ഹബീബിനോട് സ്നേഹമുണ്ടെന്നാണോ സഹോദരി പറയുന്നതെങ്കിൽ, ആ സ്നേഹം സത്യസന്ധമാണോ, ആത്മാർത്ഥമായിട്ടാണോ നീ പറയുന്നതെങ്കിൽ, നിന്നിലൊരു സ്വഭാവം ഇങ്ങോട്ട് കാണേണ്ടതുണ്ട്. അതെന്താണ്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളിലും അതേ അവിടുത്തോടുള്ള എല്ലാ കാര്യങ്ങളിലും പിൻപറ്റണം എന്ന് പറയുമ്പോൾ പരമപ്രധാനമായി അവിടുന്ന് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഗൗരവത്തോടെ ഈ ലോകത്തിന്റെ മുമ്പിൽ മുഴക്കിയ മുദ്രാവാക്യം അതവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു. അല്ല പ്രഖ്യാപിക്കാൻ പറഞ്ഞു, അതിന്റെ ചുരുക്കം നിലക്ക് തന്നെ പറഞ്ഞു. ഖുൽ, നബിയെ പറയണം, പ്രഖ്യാപിക്കണം നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവരിൽ ഒരാളെയും പങ്കുചേർക്കുന്നതല്ല, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരല്ല. അതേ സർവ്വ മുസ്ലിമീങ്ങളുടെയും പ്രഖ്യാപനം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അവനൊരു പങ്കാളിയുമില്ല. അതേ പടച്ച റബ്ബുൽ ആലമീൻ മാത്രമാണ് നമ്മുടെ ആരാധനയ്ക്ക് അർഹതപ്പെട്ട ഏക ശക്തി. എന്തുകൊണ്ടാണ്? അവനാണ് ലോകത്തിന്റെ സ്രഷ്ടാവ്, അവനാണ് ലോകത്തിന്റെ നിയന്താവ്, അവനാണ് ലോകത്തിന്റെ സംരക്ഷകൻ, അവനാണ് എല്ലാത്തിന്റെയും ഉടമ, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ. അടുക്കെ അകലെ എന്ന വ്യത്യാസമില്ലാതെ എല്ലാം കേൾക്കാനും കാണാനും അറിയാനും മനസ്സിലാക്കാനും അതേ എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാവരെയും അറിയുന്നവനും എല്ലാവർക്കും അറിയുന്നവനുമായ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോകങ്ങളുടെയും ലോകരുടെയും പരിപാലകനായ റബ്ബ്. ആ റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അല്ല തന്നെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ അല്ലാഹുവിന് ഒരുപാട് വിശിഷ്ടമായ ഗുണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഗുണങ്ങൾ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ശക്തിയിൽ വ്യക്തിയിൽ സങ്കൽപ്പിച്ചു പോയാൽ അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ ദാത്തിലോ അവന്റെ സിഫാത്തിലോ അവന്റെ അഫ്ആലിലോ അഥവാ അല്ല എന്ന അവന്റെ സത്തയിലോ അവൻ മാത്രം ചെയ്യുന്ന അവന്റെ പ്രവർത്തനങ്ങളിലോ അവന് മാത്രമുള്ളതായ ഗുണവിശേഷണങ്ങളിലോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് പങ്കുണ്ടെന്ന് സങ്കൽപ്പിച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. അതല്ല ഒരിക്കലും പൊറുക്കൂല. ആ പവർ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ മഹാന്മാരായ അമ്പിയാക്കൾക്ക് വകവെച്ചു കൊടുത്താലും ശിർക്കാണ്, ഔലിയാക്കൾക്ക് കൊടുത്താലും ശിർക്കാണ്, ശുഹദായിന് സങ്കൽപ്പിച്ചാലും ശിർക്കാണ്, സാലിഹീങ്ങൾക്ക് സങ്കൽപ്പിച്ചാലും ശിർക്കാണ്, നമുക്ക് കാണാനാവാത്ത മലക്കുകൾക്ക് സങ്കൽപ്പിച്ചു കൊടുത്താലും ശിർക്കാണ്. അതേ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാം കാണാത്ത ശക്തികളായ ജിന്നുകൾക്ക് സങ്കൽപ്പിച്ചാലും ശിർക്കാണ്. ഇവിടെയുള്ള വൃക്ഷലതാദികൾക്കോ സസ്യങ്ങൾക്കോ സങ്കൽപ്പിച്ചാലും ശിർക്കാണ്. എന്തിന് അത് സങ്കൽപ്പിക്കുന്നുവോ അതാണ് ലോകത്ത് മുജാഹിദുകൾ ഇന്നും സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബിനെ പോലെ പ്രവർത്തിക്കുന്നവരില്ല, അവനെപ്പോലെ കാണുന്നവരില്ല, അവനെപ്പോലെ കേൾക്കുന്നവരില്ല, അവനെപ്പോലെ കഴിയുന്നവരില്ല. അല്ല തന്നെ പറഞ്ഞല്ലോ, വലം യകുല്ലഹു കുഫുവൻ അഹദ്,
അവൻ ഈക്വലായി പറയാൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവന് തുല്യപ്പെടുത്തി പറയാൻ, സമനായിക്കൊണ്ട് പറയാൻ ഒരാളുമില്ല. അഹദുൻ, ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവിടെ ഒരാളുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് ഒരു വസ്തുവുമില്ല അവനെപ്പോലെ എന്ന് പറയാൻ, അവൻ കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറയാൻ, അവൻ കാണും പോലെ കാണുമെന്ന് പറയാൻ, അവൻ അറിയും പോലെ അറിയുമെന്ന് പറയാൻ, അവന് കഴിയും പോലെ കഴിയുമെന്ന് പറയാൻ, അവൻ ഉത്തരം ചെയ്യും പോലെ ഉത്തരം ചെയ്യുമെന്ന് പറയാൻ ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. വളരെ വ്യക്തമായി അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ കറകളഞ്ഞ തൗഹീദിന്റെ വിശ്വാസമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച നേതാവിനോട് സ്നേഹമുണ്ടോ ഉമ്മമാരെ? ആ പഠിപ്പിച്ച നേതാവിനോട് സ്നേഹമുണ്ടോ എന്റെ ശ്രോതാക്കളെ? ആദ്യം നിങ്ങൾ ഇത്തിബാഴ് ചെയ്യേണ്ടത് അവിടുന്ന് പഠിപ്പിച്ച തൗഹീദിലാണ്. റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, നബിതങ്ങളെയും വിളിച്ചു തേടിക്കൂടാ, അമ്പിയാക്കളോട് തേടിക്കൂടാ, ഔലിയാക്കളോട് പ്രാർത്ഥിച്ചുകൂടാ, ശുഹദാക്കളോട് പ്രാർത്ഥിച്ചുകൂടാ, സിദ്ദീഖീങ്ങളോട് പ്രാർത്ഥിച്ചുകൂടാ, മലക്കുകളോട് പ്രാർത്ഥിച്ചുകൂടാ, ജിന്നുകളോട് പ്രാർത്ഥിച്ചുകൂടാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നീ അകപ്പെട്ടാലും മുസ്ലിമേ, ജീവൻ പോകേണ്ടി വന്നാലും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന നമുക്കില്ല. എവിടെ വെച്ചാണെങ്കിലും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ഒരൊറ്റ മുസ്ലിമിനും ഇല്ല, ഒരൊറ്റ മുജാഹിദിനും ഇല്ല. ഈ ആദർശം പറയുന്ന ആളുകൾ മുജാഹിദുകൾ മാത്രമാണെന്ന കാര്യത്തിൽ ഒരാൾക്കും ഇനി തർക്കമുണ്ടാകേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതെ, അടുത്ത കാലത്തൊരു വലിയ ദുരാരോപണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉന്നയിക്കുകയുണ്ടായി. മുജാഹിദേ, നിങ്ങൾക്കെന്ത് തൗഹീദാണടോ? ഞങ്ങളുടെ തൗഹീദ് എത്ര ചഞ്ചലമാണ് മുജാഹിദേ, ഞങ്ങളുടെ തൗഹീദ് എത്ര ഭദ്രമാണ് മുജാഹിദേ, നിങ്ങളുടെ തൗഹീദാ 8 പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ ആരോപണം ഉന്നയിച്ച കക്ഷികളുണ്ട്. നിങ്ങൾ മലക്കുകളോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ജിന്നുകളോട് തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതേ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു മനുഷ്യനെയും ബാലപാഠമാണ്. ഏതു സമയത്ത് വിളിച്ചാലും അതേ, അവന്റെ മനസ്സിലുള്ള ഒരൊറ്റാശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അതേ ഒരൊറ്റ ശക്തിയും ഞങ്ങൾക്കില്ല, പടച്ച റബ്ബല്ലാതെ അല്ലാഹയല്ലാതെ എന്ന് പ്രഖ്യാപിക്കുന്ന മുജാഹിദുകളുടെ നേരെ അതേ ഖബറാരാധന നിർവഹിക്കുന്ന ഖുബൂരികൾ അതേ ഇതിന്റെ ദുശക്തികൾ ആരോപണം ഉന്നയിച്ചപ്പോൾ അതേ ഈ മുജാഹിദ് പ്രസ്ഥാനം അതാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വളരെ കൃത്യമായി തന്നെ ആരോപണത്തിന് ഇതിന്റെ പണ്ഡിത സംഘടന മറുപടി കൊടുത്തു. പണ്ഡിത സംഘടന ആ ദുരാരോപകന്മാരോട് പറഞ്ഞു, നിങ്ങളുടേത് കേവലം ആരോപണമാണ് കേട്ടോ, മുജാഹിദുകൾക്ക് ആ പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ കേരള ജംഇയ്യത്തുൽ ഉലമ പുസ്തകത്തിലൂടെ തന്നെ സമൂഹത്തോട് പ്രഖ്യാപിച്ചു. ആ വാചകം നിങ്ങളൊന്നുകൂടെ കേട്ടോ. സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തോട് മറുപടി പറഞ്ഞത്? നിങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ ആർത്ത് വിളിച്ചപ്പോൾ, അവർ ക്യാമ്പയിനുകൾ നടത്തിയപ്പോൾ, അവർ പലർക്കുമായി അഭിമുഖങ്ങൾ അതാ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വഞ്ചിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ അതേ വളരെ കൃത്യമായി കൊടുത്ത മറുപടി കേട്ടോ. തൗഹീദി പ്രബോധന രംഗത്ത്
മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമൊക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, പൗരോഹിത്യമാണിതിന്റെ പിന്നിൽ. മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ അതിന്റെ ദുരാരോപണങ്ങൾ മെനഞ്ഞ പൗരോഹിത്യമേ മറുപടി കിട്ടുകയാൻ പോവുകയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവീകരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം കേട്ടോ, അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. അള്ളാന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണം കേട്ടോ, ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. എന്താ പറഞ്ഞത്? മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്നത് ആരോപണമാണ്. അതിൽ കഴമ്പില്ല കേട്ടോ. ഒരൊറ്റ മുജാഹിദും ജിന്നിനോട് സഹായം തേടുന്നവരല്ല. ഒരൊറ്റ മുജാഹിദും ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരില്ല. ഇതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് മാസങ്ങൾക്ക് മുമ്പ് ജംഇയ്യത്തുൽ ഉലമയുടേതായ പുസ്തകത്തിൽ അതിന് മറുപടി കൊടുത്തു. അതേ കാലഘട്ടം പിന്നിട്ടപ്പോൾ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവിടെ വീണ്ടും പ്രകാശിതമായ അതിന്റെ 2ാമത്തെ പതിപ്പിലും അക്കാര്യം വളരെ കൃത്യമായി തന്നെ ഉണ്ടല്ലോ, മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിന്റെ ആദ്യകാലത്ത് എഴുതുമ്പോൾ അങ്ങനെ ജിന്നിനോട് സഹായം തേടുന്നവരില്ലാത്തത് കൊണ്ടാ എഴുതിയത്. ഇപ്പൊ മുജാഹിദുകളിൽ അങ്ങനെ ഒരു വാദമുണ്ടെന്നാണെങ്കിൽ ഈ പതിപ്പിൽ അത് വരില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സർവ മുജാഹിദുകളും ഈ കാര്യത്തിൽ ഒന്നാണ്. നമുക്ക് ആ കാര്യത്തിൽ ഒരു ഭിന്ന സ്വരം ഇല്ല. നമുക്കതാ ശക്തമായി എതിർക്കാനുള്ളത് നമ്മുടെ എല്ലാം പൊതുശത്രുവായിക്കൊണ്ട് ഈ തൗഹീദിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ആദർശത്തിലുള്ള നമ്മുടെ ശത്രുക്കൾ, അവര് വ്യക്തിപരമായി നമ്മുടെ ശത്രുക്കളല്ല, തൗഹീദിന്റെ ശത്രുക്കളായി കൊണ്ട് നിലനിന്ന് ഈ ആദർശത്തിനെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു ഭിന്നതയുമില്ലാതെ ഒരേ സ്വരത്തിൽ, ഒരേ ശബ്ദത്തിൽ, ഒരേ മനസ്സിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. അവർക്ക് മറുപടി പറയുമ്പോൾ ഒരു വീട്ടിൽ ഭിന്ന സ്വരമുണ്ടായിക്കൂടാ. പാപ്പയൊരു മറുപടി, മകനൊരു മറുപടി, ഉമ്മാക്കൊരു മറുപടി, മോനൊരു മറുപടി, ഭാര്യ ഒരു മറുപടി പറയുന്നു, ഭർത്താവ് എതിര് പറയുന്നു. ആ ഭിന്നസ്വരം നമുക്കില്ല. മുജാഹിദുകളെ, നമ്മുടെ നേരെ ശിർക്കാരോപിച്ച സർവശക്തികൾക്കും എതിരെ നാം ഒറ്റക്കെട്ടാണ്, ഒരുമയോടെ മുന്നേറണേ. ഇതാണ് എനിക്ക് എന്റെ ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. അതെ, ഇനി സഹോദരന്മാരെ ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഈ ഒരു മഹത്തായ കാര്യം, ഈ കാര്യത്തിന് വിരുദ്ധം ചെയ്യുന്നവരാണ് മുജാഹിദുകൾ എന്ന് പ്രചരിപ്പിക്കുന്ന ശക്തികൾക്ക് ദുഷിച്ച ലാക്കുകളുണ്ട്. ചാരപ്പണികൾ എടുത്തവരും മടങ്ങിപ്പോയവരാണ്. ഒരൊറ്റ കുട്ടിയെയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കിട്ടുകയില്ല, മലക്കിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കിട്ടുകയില്ല. അതവരുടെ ജീവന്റെ ജീവനായ ആദർശമാണ്. അവരുടെ പേരിൽ അതാര് ആരോപിച്ചാലും അവർ സഹിക്കുന്നതുമല്ല. അത് ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ ശിർക്കിലേക്ക് പോയിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവനേക്കാൾ നാം കാത്തുസൂക്ഷിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് നാളിതുവരെ നമ്മൾ മനസ്സിലാക്കിയതും നമ്മെ മനസ്സിലാക്കി തന്നതുമായ കൃത്യമായ നിർവചനങ്ങളുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു. അല്ലാഹുവിന്റെ സഹായം അതിനുണ്ട്. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൃത്യമായ ആദർശം സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടും ആ നബിയെക്കുറിച്ച് പോലും വിശ്വാസം സമൂഹത്തിന് ശരിയായില്ലല്ലോ.
സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വരെ വിശ്വാസം ശരിയാവാതെ ജനങ്ങളതാ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. നബി തങ്ങളെ തന്നെ വിളിച്ച് തേടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ വിളിച്ചുകൊണ്ട് അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന കക്ഷികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിനെ കുറിച്ച് എന്താണ് ഇവിടെ പലരും വിശ്വസിക്കുന്നത്? അവര് പറയുന്നു, ഞങ്ങൾക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ ഞങ്ങൾ റബീഉൽ അവ്വൽ വന്നാൽ ആഘോഷിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അതേ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ ജീവിതത്തിൽ പകർത്തിക്കാണിച്ച നേതാക്കന്മാർ, ശരീരത്തെ സ്നേഹിച്ചവർ, ആദർശത്തെ സ്നേഹിച്ചവർ, ജീവൻ കൊടുത്തും അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിച്ചവർ, ഒരിക്കലും പ്രവാചകന്റെ ജന്മദിനത്തിൽ പ്രത്യേകമായി കൊണ്ടൊരാഘോഷം അവർ നടത്തിയിട്ടില്ല. ഒരു ജന്മദിനാഘോഷം മുസ്ലിം ലോകത്തതാ ഉത്തമരായ നൂറ്റാണ്ടുകൾ ജീവിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവർക്കൊക്കെ സ്നേഹമില്ലെന്ന് നമുക്ക് പറയാനാകുമോ? അല്ല, പറയാനാവില്ല. മറിച്ച് സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്ന നേതാക്കന്മാര് എങ്ങനെയാണോ സ്നേഹിച്ചതെങ്കിൽ ആ സ്നേഹത്തിന്റെ രീതി തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവർ നബി തങ്ങളെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത് കേട്ടോ? യഅലമു അഹ്വാല ജമീഇൽ മൗജൂദാതി വൽ മഖ്ലൂഖാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവർ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ സൃഷ്ടികളുടെയും എല്ലാ അവസ്ഥകളും അവിടുന്ന് ഇപ്പോഴും അറിയുന്നുണ്ട്. ഈ ഭൗതികമായ ലോകം മുഴുവനും, ദുനിയാവ് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിഐനിഹിൽ മുബാറക, അവിടുത്തെ ആ ബറക്കത്തുള്ള കണ്ണുകൊണ്ട്, ബറക്കത്തുള്ള മുബാറക്കാത്തായ കണ്ണുകൊണ്ട് ലോകം മുഴുവൻ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ, എല്ലാവരുടെ കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. അവർ എഴുതി വിട്ടിട്ടുള്ള പുസ്തകത്തിലെ ഉദ്ധരണിയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോ മുസ്ലിമേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുന്നു, വ്യക്തമായി അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരെയും കാണുകയാണ്, വ്യക്തമായി അറിയുകയാണ്. എല്ലാ പ്രവൃത്തികളും അവിടുന്ന് കാണുകയാണ്. അവിടുന്ന് അവിടുത്തോട് വിളിച്ചുകൊണ്ട് പറയുന്നു, യാ കിറമൽ ഖൽഖി മാലി മൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. വലിയ വലിയ വിപത്തുകൾ ഇറങ്ങുന്ന നേരത്ത് നബിയെ, അങ്ങയോടല്ലാതെ ഞാൻ ആരോടാണ് അഭയം ചോദിക്കേണ്ടത്? ആരോടാണ് എനിക്ക് കാവല് തേടാനുള്ളത് നബിയേ? വഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ദുനിയാവും ആഖിറവുമൊക്കെ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ദുനിയാവും അതിലുള്ളതും ആഖിറവും അതിലുള്ളതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ സംബന്ധിച്ചുള്ള അറിവുകളും ഉൾക്കൊള്ളുന്ന ലൗഹിലും അതുപോലെ തന്നെ എല്ലാ ഇൽമുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറിവിലുള്ളതാണ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവിടുത്തെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ.
ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫാസ്ഇദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേതാവായ നബിയേ, അങ്ങയുടെ കാവലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കെന്ത് ബുദ്ധിമുട്ടുകളും ബാധിച്ചിട്ടുണ്ടെങ്കിലും, എനിക്കെന്ത് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, എനിക്കെന്ത് വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നബിയേ അങ്ങേക്ക് തന്നെ അറിയാമല്ലോ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. എത്രത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനോടല്ലാതെ തേടാൻ വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടല്ലാതെ ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ വകുപ്പില്ല, ചോദിക്കാൻ അർഹതയില്ല. കേട്ടോ നിങ്ങൾ, നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ലാഹുവിനോട് തേടാനും ചോദിക്കാനും അധികാരമുള്ള ഏക വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്നും, നമുക്ക് ചോദിക്കാൻ അധികാരവും അവകാശവുമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണെന്നും, അങ്ങയോടല്ലാതെ നബിയോടല്ലാതെ ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. ഇതാണ് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിട്ടത്. ഇത് മുസ്ലിമേ അള്ളാന്റെ റസൂൽ അറിഞ്ഞാൽ പൊറുക്കുമോ? അവിടുന്ന് ഇത് അംഗീകരിക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ വിശ്വാസപ്രകാരം വിളിച്ചു തേടുകയാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവരുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ജീവിതകാലത്ത് പോലും വിശ്വസിച്ചിട്ടില്ലല്ലോ. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് ഒരുപാട് കൊല്ലം ഒരുമിച്ച് ജീവിക്കാൻ സഹാബത്തിന് കഴിഞ്ഞല്ലോ. ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അവരുടെ കൂടെ എപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ആ നേതാവുണ്ടെന്നവർ വിശ്വസിച്ചുവോ? ഇല്ല. എന്താണ് കാരണം? ദൂരദേശത്ത് താമസിക്കുന്ന സഹാബിമാർക്ക് എന്തെങ്കിലും മസ്അലകളിൽ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ വിവിധങ്ങളോട് മുശാവറ നടത്താനുണ്ടെങ്കിൽ അവരതാ ഓടി വരികയാണ് അവിടുത്തേക്ക്, അവിടുത്തെ തിരുഹദറത്തിലേക്ക് വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ വന്നിട്ടാണ് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുന്നത്, പറയാനുള്ളത് പറയുന്നത്. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ പോലും, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയും ഞങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും ആ റസൂല് കേൾക്കും. ഞങ്ങൾ എവിടെയാണെങ്കിലും റസൂലുള്ളാഹിക്ക് ഞങ്ങളെ കാണും. ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയും, അവിടുന്ന് പരിഹരിച്ചു തരുമെന്ന് സഹാബത്ത് പോലും ജീവിതകാലത്ത് വരെ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നിട്ടാണ് അവിടുത്തെ വഫാത്തിന്റെ ശേഷം നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര് മനസ്സിലാക്കണം, ഈ മാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവിടുത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നേരത്ത്, സഹായം തേടുന്ന നേരത്ത് ഞങ്ങളുടെ വിളി അല്ലാഹുവിന്റെ റസൂല് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സദസ്സുകളിൽ ആ നേതാവ് വരുന്നുണ്ട്, പലരുമായും കുശലാന്വേഷണം നടത്തുന്നുണ്ട്, പലരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്, പലരുമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നിങ്ങനെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പലരുമായും അവിടുന്ന് പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. എന്നിങ്ങനെയുള്ള അബദ്ധധാരണകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് അവിടുത്തെ കുറിച്ച് വിശ്വസിക്കുവാനുള്ളത്. ഇതൊരിക്കലും ശരിയല്ല. ഇതിനെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനുള്ള അവകാശങ്ങളിൽ ഒരാൾക്കും തീരെഴുതി കൊടുക്കരുത്, ആർക്കും അത് വകവെച്ചു കൊടുക്കരുത്. ആരെയും നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും എന്ന പേരിൽ ആദരവ് ആരാധനകളായി മാറിക്കൊണ്ട് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിലേക്ക് എത്താൻ പാടില്ല. ആ ശിർക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും അവിടുന്ന് പഠിപ്പിച്ചു തന്നില്ലേ? അതേ ലോകത്തതാ ഇന്നും
ഖബർ സിയാറത്ത് എന്ന പേരിൽ ശിർക്കൻ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ. മഹാത്മാക്കളായ ആളുകളുടെ ഖബറിടങ്ങൾ കെട്ടിപ്പടുക്കുന്നു, അവിടെ കുമ്മായമിടുന്നു, അവിടെ പെയിന്റ് അടിക്കുന്നു, അതിന്റെ മേൽ വസ്ത്രം കൊണ്ട് മൂടുന്നു, അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നു, അതിനെ തൊട്ടുകൊണ്ട് മുത്തുന്നു, ചുംബിക്കുന്നു, അതേപോലെ അങ്ങോട്ട് നേർച്ചകൾ നേരുന്നു, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്നു. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് രക്ഷകരില്ലെന്നവരോട് പറയുന്നു. ഈ പരിസരത്തിന്റെ ശബ്ദം ശ്രവിക്കുന്നവർക്കറിയില്ലേ, ഈ ചാവക്കാടിന്റെയും മന്ദലാംകുന്നിന്റെയും പരിസരങ്ങളിൽ എത്രയെത്ര ദർഗകളുണ്ടോ, എത്രയെത്ര ജാറങ്ങളുണ്ട്. മണത്തലയിലില്ലേ, ഇടക്കഴിയൂരിലില്ലേ, ഇടപ്പുള്ളിയിലില്ലേ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും. ചിലയിടത്തൊക്കെ ആളുകളുടെ കൈവിരലിന്റെ മാത്രം ജാറമാണ് പോലും, വിരല് മാത്രം അതാ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് പോലും. അതേ പുതുവന്നാനിയിലോ ആരാണെന്നറിയാത്ത ഉരുമ്പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനറി നിറഞ്ഞുള്ള നാടിയത് വെളിയങ്കോട്ടും മറുകാളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാടി എന്ന മഹത്വവും പറഞ്ഞുകൊണ്ട് എവിടെ നിന്നോ ഒഴുകി വന്നവര് ജഡം, ഒരു പെണ്ണിന്റെ ജഡം കുഴിച്ചിട്ടുകൊണ്ട് അവിടെയും നടത്തുന്നു സിയാറത്ത് എന്ന ഓമന പേരിൽ ശിർക്കൻ പ്രവർത്തനങ്ങൾ. അങ്ങനെ ആരെന്നറിയുന്നവരും അറിയാത്തവരും, മനുഷ്യരെന്നറിയാണോ മനുഷ്യരാണോ അല്ലേ എന്നറിയാത്തവരും, ആരെങ്കിലും ഈ ജാറത്തിന്റെ മൺകൂനക്കകത്തുണ്ടോ ഇല്ലേ എന്നറിയാതെയും കെട്ടിപ്പൊക്കപ്പെട്ടു, പുതപ്പ് മൂടപ്പെട്ടു, വിളക്ക് കൊളുത്തപ്പെട്ടു, ചുംബനങ്ങൾ അർപ്പിക്കപ്പെട്ടു, പരസ്പരം കെട്ടിപ്പിടിച്ച് മുത്തമിട്ടു, അവിടെ തന്നെ രാവിൽ കിടന്നുറങ്ങി, സങ്കടങ്ങൾ പറഞ്ഞു. അതെ, അവിടെ വേണ്ടതെല്ലാം ചെയ്തു. അവിടെ കഥാ വാർഷികമായി കൊണ്ട് നേർച്ച, ഉത്സവം, ചന്ദനക്കുടം എന്നൊക്കെ പേരിലതാ പെട്ടിവരവുകൾ വരുന്നു. താബൂത്ത് കാഴ്ചകൾ അതാ പട്ടണം ചുറ്റിക്കൊണ്ട് ജാറത്തിലേക്ക് എത്തുന്നു. ആനയുണ്ട്, അമ്പാരിയുണ്ട്, വെഞ്ചാമരമുണ്ട്, അതുപോലെ തന്നെ അതാ വെടിക്കെട്ടുകളുണ്ട്. അതേ കൃത്യമായ നിലക്കുള്ള ചട്ടിക്കളികളും അതുപോലെ തന്നെ എല്ലാ കസർത്തുകളും കവാത്തുകളും നടത്തുന്നു. മഹാന്മാരുടേതെന്ന് അവകാശപ്പെടുന്നവരുടെ ജാറങ്ങളിൽ മുട്ടും വിളിയും കൊണ്ടുള്ള സിയാറത്ത് ഇസ്ലാമികമല്ല. ഒരു ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോഴും ഇസ്ലാം പറയുന്നത് അച്ചടക്കം വേണം. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ. ഏത് ഖബറിന്റെ സമീപത്ത്, ഒരു മുസൽമാന്റെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നാൽ അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, മരണചിന്ത തന്റെ മനസ്സിലേക്ക് ആവാഹിപ്പിച്ചുകൊണ്ട്, പരേതന്റെ നിത്യശാന്തിക്ക് വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ട് സിയാറത്ത് ചെയ്തോ. ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്ത് അതാണ് സമൂഹമേ. മണത്തലയിൽ നടക്കുന്നതും പരിസരങ്ങളിൽ നടക്കുന്നതും ആ സിയാറത്താണോ? നമുക്ക് മരണചിന്തയും പരലോക ചിന്തയും ഉണ്ടാക്കുവാനാണോ അങ്ങോട്ട് പോകുന്നത്? അതോ ദുന്യാവ് ചോദിക്കാനാണോ? രോഗം മാറ്റിത്തരണം മൈദ്രോസ് മൂപ്പരേ, പ്രയാസങ്ങൾ നീക്കിത്തരണേ മൂപ്പരേ എന്നിങ്ങനെ മൂപ്പരോട് തേടുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ളവരെ? തേടുന്നത് ആ മഹാത്മാക്കളാണെന്ന് വിചാരിക്കപ്പെടുന്ന മഹാന്മാരോട്. അവരാരെന്ന് അള്ളാഹുവിനല്ലേ അറിയൂ, അവരെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. അവരാരാവട്ടെ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദമില്ലെങ്കിൽ അതിന്റെ എത്രയോ താഴേക്കിടയിലുള്ള മറ്റു മഹത്തുക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പ്രിയമുള്ളവരെ? അവർക്ക് വേണ്ടി നേർച്ചയർപ്പിക്കാൻ പാടുണ്ടോ? അവരെ അടക്കം ചെയ്തിട്ടുള്ള ആ ഖബർസ്ഥാനികളിൽ പോയിക്കൊണ്ട് ആ ഖബറുകളെ ബഹുമാനത്തോടെ അതാ തൊട്ടുമുത്തുന്നു, തടവുന്നു, ചുംബിക്കുന്നു. ഈ സംസ്കാരം ആരുടേതാണ് സഹോദരാ? നബി തങ്ങളോട് നിനക്ക് സ്നേഹമുണ്ടോ മുസ്ലിമേ? എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസങ്ങൾക്ക് മുമ്പ് പോലും അതേ ലഅനത്തുല്ലാഹ്
അള്ളാന്റെ ശാപമുണ്ടാകട്ടെ എന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? യഹൂദികളാണ്, നസറാനികളാണ്. എന്തേ നബി തങ്ങൾക്ക് അവരോട് വല്ല വർഗീയതയും ഉള്ളതുകൊണ്ടാണോ? അല്ലല്ലോ. അവരിലെ പുണ്യാളന്മാരുടെ ഖബർസ്ഥാനുകളെ അവരാരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയപ്പോൾ എന്റെ സമൂഹമേ, നിങ്ങളത് ചെയ്യല്ല, ഞാനത് നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അങ്ങനെ വിരോധിച്ച ആ അവസാനകാല വസിയ്യത്ത് നടത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച ഒരൊറ്റ സിയാറത്തിലും ആ റസൂലുള്ളാനെ കൺകുളിർക്കെ കണ്ടും കേട്ടും ജീവിച്ച സഹാബത്ത് പോയ ഒരു സിയാറത്തിനും എണ്ണ കൊണ്ടുപോയിട്ടില്ല, മൂടാൻ തുണി കൊണ്ടുപോയിട്ടില്ല, പുകയ്ക്കാൻ സുഗന്ധത്തിരികൾ കൊണ്ടുപോയിട്ടില്ല, ആ ഖബറുകളെ തൊട്ടിട്ടില്ല, വന്ദിച്ചിട്ടില്ല, ചുംബിച്ചിട്ടില്ല, തടവിയിട്ടില്ല. അതാണ് സിയാറത്ത്, അതാണ് ഇസ്ലാമിന്റെ സിയാറത്ത്. ആ സിയാറത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കൊട്ടും കുരവയും മുട്ടും വിളിയും ആനയും അമ്പാരിയുമായി കൊണ്ടുള്ള സിയാറത്തുകൾ ഇസ്ലാമിലില്ല. അത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചില ശ്രോതാക്കൾ ഒരുപക്ഷെ തിരിച്ചു ചോദിക്കുന്നുണ്ടാകും, മൗലവിമാരെ നിങ്ങളെന്തിനാണ് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളെ സിയാറത്തിൽ അങ്ങനെ മുട്ടും വിളിയും എതിർക്കുന്നത്? ഞങ്ങൾക്കും അതിനോട് എതിർപ്പാണല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെല്ലാം വളരെ ബഹുമാന്യനായി കാണുന്ന 4 മദ്ഹബിന്റെയും വിഷയങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുള്ള, എല്ലാ വിഷയങ്ങളിലും ഫത്വ കൊടുക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾ തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ശാലിയാത്തി അഹമ്മദ് കോയ ശാലിയാത്തി എന്ന് പറയുന്ന ആ ശാലിയാത്തി എന്ന് പറയുന്ന നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മഹാപണ്ഡിതൻ, ആ പണ്ഡിതൻ എന്താണ് എഴുതിയത്? അദ്ദേഹത്തിന്റെ ഫത്വ എന്താണ്? മുട്ടും വിളിയോടുകൂടെയുള്ള, ചെണ്ടമുട്ടും വിളിയോടുകൂടെയുള്ള സിയാറത്ത് അനുവദനീയം തന്നെ, അതിലൊരു തെറ്റുമില്ലെന്നല്ലേ ഫത്വ കൊടുത്തത്. ആ ഫത്വ പിൻവലിച്ചിട്ടുണ്ടോ? ചാലിയാത്തിയുടെ ചാലിയം ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചാലിയാത്തിയുടെ ഖുതുബ് ഖാനയിലൊന്ന് പരിശോധിക്കോ, അതിന് വല്ല മാറ്റവും പറഞ്ഞിട്ടുണ്ടോ? സുന്നി വോയിസിലല്ലേ ആ ഫത്വ വന്നത്. ആ സുന്നി വോയിസുകാരെന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ പത്രത്തിൽ അതിനിന്ന് വരെ ശാലിയാത്തിയുടെ ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അനിസ്ലാമികതകളും ജാറങ്ങളും ദർഗകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും നടക്കുകയാണ്. നബിതങ്ങളോട് സ്നേഹമുള്ള ഒരു മുസ്ലിം അത് ചെയ്യാൻ പാടില്ല. മറിച്ച് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നിങ്ങൾ ആരുടെ ഖബറാണെങ്കിലും പോയി സിയാറത്ത് ചെയ്തോ. നിങ്ങൾക്ക് മരണചിന്ത, പരലോക ചിന്തയുണ്ടാക്കുന്ന നിലക്ക് പോയി സന്ദർശിച്ചോ. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളോ. മറിച്ച് അവരോട് പ്രാർത്ഥിക്കരുത്. ഇതാണ് മുജാഹിദുകൾക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത്. നാട്ടുകാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പരിസരവാസികളെ, നിങ്ങൾ ഈ സമൂഹത്തിൽ കാണുന്ന ഏത് ദർഗയിൽ പോയും നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ അവരോട് പ്രാർത്ഥിച്ചുകൂടാ. ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തല്ലാതെ നിർവഹിച്ചുകൂടാ. എന്തിനാ ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹുബ്ബുണ്ടോ? അള്ളാനോട് നിങ്ങൾക്ക് ഹുബ്ബുണ്ടോ? എങ്കിൽ ആ നേതാവ് പഠിപ്പിച്ചു തന്നതാണ് പിൻപറ്റേണ്ടത്. ആ നേതാവ് ഒരു ഖബറിലും വിളക്ക് കൊളുത്തിയിട്ടില്ല. ആ നേതാവ് ഒരു സ്ഥലത്തും പുതപ്പ് മൂടിയിട്ടില്ല. ആ നേതാവ് ആരുടെയും ഖബർ കെട്ടിപ്പടുത്തിട്ടില്ല. ആ നേതാവ് ആരുടെയും ഖബർ ചുംബിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. സ്വന്തം ഖബറിനെ സംബന്ധിച്ചു പോലും, അതേ അവിടുത്തെ ഖബറിനെ സംബന്ധിച്ചു പോലും പിൻഗാമികളായ പണ്ഡിതന്മാര് പറഞ്ഞത്, അവിടുത്തെ ഖബർ സന്ദർശനത്തിന് പോകുന്നവർക്ക് ഇന്ന് ആ ഖബർ കാണാൻ കഴിയില്ലല്ലോ. ഭദ്രമായ മതിൽക്കെട്ടുകൾക്കകത്തല്ലേ മദീനയിൽ നമ്മുടെ നേതാവ് കിടക്കുന്നത്. ആ നേതാവിന്റെ റൂമിന്റെ ഇപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ പോലും എന്തൊരാദരവോടെ നിൽക്കണം. അതേ, ആ ഗ്രിൽസുകളിലേക്കും ചുമരുകളിലേക്കും മതിലുകളിലേക്കും കൈകൊണ്ട് തൊടണ്ട, ചുംബിക്കണ്ട, മുത്തണ്ട, അതോടെ മാറി നിന്നോ.
ഇതല്ലേ ഇസ്ലാമിന്റെ നിയമം. ആ ഹബീബിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ശിർക്കും ബിദ്അത്തുമായ കാര്യങ്ങൾ ചെയ്യരുത്. മാത്രമല്ല, ഈ അർത്ഥത്തിലെല്ലാം അവിടുന്ന് നമുക്ക് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശ്വാസം അടിയുറച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് എന്ത് പഠിപ്പിച്ചു കൊടുത്തു? മാതൃകകൾ പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പഠിപ്പിക്കാത്തത് എന്താ ഉള്ളത്? ശരിക്കും മനസ്സിലാക്കിക്കോ എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മളെ വിഷയം എന്താ? നബിചര്യ, ആധുനിക സമൂഹം. അവിടുന്ന് എന്താ നമുക്ക് പകർന്നു തരാത്തത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഏറ്റവും നല്ല മാതൃക ഹബീബിലാണ് ഉമ്മമാരെ, ഉപ്പമാരെ നമുക്കുള്ളത്. അവിടുന്നല്ലേ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മുടെ നേതാവ്. അതേ, അവിടുന്ന് കാണിച്ചു തരാത്ത ഏത് മേഖലയാണുള്ളത്? അതേ, പലരുടെയും സ്വകാര്യ ജീവിതം ലോകത്തറിഞ്ഞിട്ടില്ല. ഹബീബിന്റെ സ്വകാര്യ ജീവിതം വരെ ലോകത്തിൽ അറിഞ്ഞിട്ടില്ലേ? അവിടുത്തെ ഭാര്യമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ പോലും മുസ്ലിമേ, മുസ്ലിമത്തെ, നിങ്ങൾക്ക് ചില മാതൃകകളും മര്യാദകളുമൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്തും നിങ്ങൾക്ക് റബ്ബിലോടൊരു അടുപ്പവും ഒരു ദുആയും കാവൽ തേട്ടവും ഉണ്ട് കേട്ടോ എന്നവരെ പഠിപ്പിച്ച നേതാവ്. ജീവിതത്തിന്റെ അലിഫ് മുതൽ യാ വരെ, എ മുതൽ സെഡ് വരെ എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശിക്കഴിഞ്ഞു പോയ നേതാവ്. ആ നേതാവിന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ആർക്കാണ് മാതൃക? ശ്രദ്ധിച്ചോളണം. എല്ലാവർക്കും അവിടുത്തെ പിൻപറ്റാൻ മനസ്സ് വരില്ല. എല്ലാവർക്കും അവിടുന്ന് പറഞ്ഞത് കേൾക്കാൻ അത്ര മനസ്സ് വരില്ല. എല്ലാവർക്കും അവിടുന്ന് പറഞ്ഞാൽ അതിനോടൊരു ബഹുമാനം തോന്നില്ല. അവിടുന്ന് പറഞ്ഞതിനോട് ബഹുമാനം തോന്നണമെങ്കിൽ അല്ലാഹ് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹനെ ആഗ്രഹിക്കുന്നുവോ, റബ്ബിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ ജീവിക്കാൻ കഴിയൂ. പരലോക പേടി, മരിച്ചു പോകണമല്ലോ, ഇവിടുത്തെ സുഖമല്ലല്ലോ, ഇവിടുത്തെ സൗഭാഗ്യമല്ലല്ലോ, ഇവിടുത്തെ പേരല്ലല്ലോ, ഇവിടുത്തെ പ്രശസ്തിയല്ലല്ലോ, ഇവിടുത്തെ സ്ഥാനമാനങ്ങളല്ലല്ലോ, എനിക്കെല്ലാവരെയും പോലെ 6 അടി മണ്ണിൽ ഖബറിൽ പോയി കിടക്കണമല്ലോ, പരലോക വിചാരണയ്ക്ക് ഞാൻ പോയി നിൽക്കണമല്ലോ, അവിടെ എനിക്ക് മറുപടി പറയണമല്ലോ എന്ന ബോധമുള്ളവർക്കെല്ലാം നബിതങ്ങൾ പറഞ്ഞതിനെ പുച്ഛിക്കാനാവില്ല. വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും ഇവർക്കേ അള്ളാന്റെ റസൂലിൽ മാതൃക കണ്ടെത്താനാവുകയുള്ളൂ. ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിരുന്നുവോ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് കാണിച്ച മാതൃക അത് ഈ ലോകത്തിന് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ അത് പഠിപ്പിക്കാൻ കഷ്ടം സഹിച്ച നേതാക്കളാണ് സ്വഹാബാ റളിയല്ലാഹു അൻഹും. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യാന്ന് വെറുതെ വെച്ചതാണോ നമ്മൾ വിഷയം? അള്ളാന്റെ റസൂലിന്റെ ഒരു ചര്യ പഠിക്കാൻ നമുക്കിന്ന് താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, എന്റെ പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ഹബീബിന്റെ ഒരു വാക്ക് കേട്ടാൽ ആ ഹബീബിന്റെ ഒരു വാക്ക് പഠിക്കണം എന്ന് മോഹമുണ്ടോ? നമ്മുടെ മുൻഗാമികൾ എത്ര ദാഹിച്ചവരാണ്, സഹാബാ കിറാം എത്ര മോഹിച്ചവരാണ്. എന്തിനു വേണ്ടി? ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി. ശരിക്ക് ശ്രദ്ധിച്ചോ, ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി, ഒരാശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിക്കാൻ വേണ്ടി മൈലുകൾ താണ്ടിക്കൊണ്ട് പോവുകയാണ്. സംശയം തീർക്കാൻ, ഇൽമ പഠിക്കാൻ പോവുകയാണ്. ഞാനൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കട്ടെ. മഹാനായ ഉഖബ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഉഖബത്ത് റളിയല്ലാഹു അൻഹു സഹോദരന്മാർ ഈ ചരിത്രം ശരിക്കും മനസ്സിലാക്കണം. ഉഖബത്ത് റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ അവർ ജീവിതം ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് ഉഖബത്തിനോടും ഈ പെണ്ണിനോടും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇരുവർക്കും അതേ മുലപ്പാല് തന്നിട്ടുണ്ടല്ലോ. ഉഖബത്തേ, ഇത് നിന്റെ മുലകുടി ബന്ധത്തിലുള്ള പെങ്ങളാണ്
പെണ്ണാണല്ലോ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ. ഉഖബത്ത് റളിയല്ലാഹു അൻഹു മധുവിധ ആഘോഷിക്കുന്ന കാലമാണ്. ഇഷ്ടപ്പെട്ട് കെട്ടിയ പെണ്ണാണ്, ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഉഖബയുടെ മനസ്സിൽ തീ കോരിയിടുന്ന ഒരു വാർത്തയുമായി ഒരു സഹോദരി കയറി വരുന്നത്. എന്താ സംഭവിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെരഞ്ഞു പോകണം. എവിടത്തേക്ക് പോകണം? അവിടുന്ന് മദീനയിലാണ്. മക്കയിൽ നിന്ന് 500 കിലോമീറ്ററിലേറെ സഞ്ചരിച്ചിട്ട് വേണം. ഇന്നത്തെ വാഹനങ്ങളില്ലാത്ത കാലത്ത് എത്ര ദിവസം സഞ്ചരിക്കേണ്ടി വരും? മദീനയിലേക്ക് നേതാവ് യാത്ര പോകുന്നു. ഉഖബ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, ഇവിടെയും മനസ്സിലാക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മറക്കണ്ട. ഉഖബ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് 500 കിലോമീറ്ററിലേറെ ദൂരമുള്ള മദീനയിലേക്ക് നബി തങ്ങളെ കാണാൻ എന്തിനു പോയി? ഈ സംശയം ഇവിടെ നിന്നങ്ങ് ചോദിച്ചാ പോരെ? യാ റസൂലല്ലാഹ്, യാ നബിയല്ലോ, തങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് 10,000 വിളിച്ചുകൂട്ടി സലാത്ത് നഗർ എന്ന പേരിൽ തയ്യാറ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സങ്കടം പറയുന്ന സഹോദരി, നമ്മുടെ മുൻഗാമികൾക്ക് ആ വിശ്വാസമുണ്ടോ? ഉഖബത്ത് റളിയല്ലാഹു അൻഹുവിന് ചോദിക്കാനുള്ള സംശയം. മക്കയിൽ നിന്ന് അദ്ദേഹം അതാ വാഹനം കെട്ടി യാത്ര പുറപ്പെടുകയാണ് മദീനയിലേക്ക്. പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, നബിയേ, ഇങ്ങനെ ഞാൻ കഴിച്ച പെണ്ണിന്റെ കാര്യത്തിൽ കല്യാണം കഴിച്ച് ജീവിതം ആരംഭിച്ചപ്പോഴാണ് ഈ സഹോദരി ഇങ്ങനെ മറുപടി പറയുന്നത്. ഞാനിനി എന്തു ചെയ്യണം? വല്ലാത്തൊരവസ്ഥയല്ലേ ഇത്? കല്യാണം കഴിഞ്ഞ് മധുവിധി തീർന്നിട്ടില്ല, ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പെണ്ണുങ്ങൾക്ക് ഹറാമാണ്, മുലകുടി ബന്ധത്തിലെ നിങ്ങളുടെ പെങ്ങളാണിത്, പെങ്ങളെ കെട്ടാൻ പാടില്ല, സഹോദരിയാണ് എന്ന് പറയുന്നത്. ആ നേരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് ഉഖബയോട് ചോദിക്കുന്നു, കൈഫ വഖദ് ഖീൽ, ഉഖബത്തേ, നിങ്ങളുടെ കാര്യത്തിൽ സത്യസന്ധമായി അങ്ങനെ പറയപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിർവാഹമില്ലല്ലോ, നിവൃത്തിയില്ലല്ലോ ഉഖബത്തേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബയോട് പറയുന്നു, ഫാരിഖ്ഹാ, പെണ്ണിനെ ഒഴിവാക്കണം ഉഖബ, നിങ്ങൾക്ക് ഒന്നിച്ചു ജീവിച്ചുകൂടാ. ഉഖബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടത്തിനെതിരെയാണ് പ്രവാചകന്റെ ഫത്വ. ഉഖബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ താൽപര്യത്തിനെതിരെയാണ് റസൂലുള്ളാഹിന്റെ നിർദ്ദേശം. അദ്ദേഹത്തിനൊരു വിഷമവും ഉണ്ടായില്ല, ആ പെണ്ണിനെ ഒഴിവാക്കുന്നു. സഹാബത്ത് അങ്ങനെയാണ്. ഒരു ഹദീസ് കേട്ടാൽ അവരുടെ താൽപര്യത്തിന് യോജിക്കുമോ? അവരുടെ ഇഷ്ടത്തിനെതിരാണോ? അവര് ദാഹിച്ചു മോഹിച്ചു കൊണ്ട് നടന്ന ആറ്റുനോറ്റ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണോ? അതൊന്നും അവിടെ പ്രശ്നമല്ല. നബി തങ്ങൾ പറഞ്ഞുവോ, തങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു അതാ ഷാമിലേക്ക് പുറപ്പെടുകയാണ്. 1 മാസത്തെ വഴിദൂരമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഓർക്കണം. ഈജിപ്തിലേക്കതാ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്നും യാത്ര പോകുന്നു. ഒരു വരി കേൾക്കാനാ പോകുന്നത്, ഒരൊറ്റ വരിയുള്ള ഒരു ഹദീസ് കേൾക്കാനാ പോകുന്നത്. മൈലുകളോളം വാഹനം കെട്ടി യാത്ര പോയിട്ട് അതേ നബി തങ്ങളുടെ സഹാബിമാര് പിൽക്കാലത്ത് അവർക്കൊരു ഹദീസും ഒരു സുന്നത്തും നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര പോകുന്നു. നമ്മളോ, നമ്മുടെ വീട്ടിൽ ഷെൽഫിൽ നിറഞ്ഞു കിടക്കുന്നു ഹദീസ് ഗ്രന്ഥങ്ങൾ. വിരലൊന്ന് നൊടിച്ചാൽ സ്ക്രീനിൽ ചെളിയുന്ന ഒരുപാട് ഹദീസുകൾ. ഒരു ഹദീസെങ്കിലും പഠിക്കാൻ താൽപര്യമുണ്ടോ? ഒരു ഹദീസെങ്കിലും വായിച്ചു നോക്കാൻ വീട്ടിലിരുന്ന് തയ്യാറായോ? കാതങ്ങളോളം അപ്പുളം യാത്ര ചെയ്തു പോയിട്ടുള്ള നേതാക്കന്മാരെവിടെ? ഒരു ഹദീസ് കേട്ടാൽ കാലിൻ പുറം കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നവരെവിടെ? ഹദീസ് കേട്ടാൽ അതിനെ വാരിപ്പുണരുന്ന മഹാന്മാരെവിടെ? വലിച്ചെറിയടോ നിന്റെ ഹദീസ് കുപ്പത്തൊട്ടിയിലേക്കെന്ന് പറയുന്ന വലിയവന്മാരെന്ന് നടിക്കുന്നവരെവിടെ? ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കില്ല
ഞങ്ങൾക്ക് ഞങ്ങളുടെ അഖലാണ് ബുദ്ധിയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളെ പരിഹസിക്കുന്ന ഹദീസ് നിഷേധികളെവിടെ? മുൻഗാമികളായ നേതാക്കളെവിടെ? ഇതെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ ഹദീസുകളോട് ഏതെങ്കിലും പരിഹാസമോ അവഗണനയോ കാണിക്കുന്നവരോട് സഹാബത്തിന് വല്ലാത്ത വെറുപ്പായിരുന്നു. അവരെ കൂട്ടിപ്പിടിച്ചൊരൈക്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് അറിയില്ല. ഹദീസ് നിഷേധിച്ചവനോട് പിന്നെ വർത്തമാനമില്ല, അവനെ കൊണ്ട് നടക്കുന്ന പരിപാടിയില്ല, അവനുമായിട്ടൊരു പ്രവർത്തനമില്ല, അവനുമായി കൊണ്ടൊരു കൂടിച്ചേരലില്ല. കാരണം അവരെക്കാൾ സ്നേഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. കാരണം എന്തെന്നല്ലേ, അവിടുത്തെ ചര്യകളെ അവഗണിച്ചവരെ അവഗണിക്കണം എന്ന് സഹാബത്ത് പഠിച്ചത് എങ്ങനെയെന്നല്ലേ, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അവരാ നയം സ്വീകരിച്ചത്. ഒരൊറ്റ സംഭവം മാത്രം പറയട്ടെ. അത് സമ്മേളന നഗരിയിലും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ട സംഭവമാണ്. അതെന്താണ്? മഹാനായ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുന്നു. ഇടത് കൈകൊണ്ട് ഭക്ഷിച്ച ആ മനുഷ്യനോട് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നു, കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് തിന്നണം, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? ലാ അസ്തതീ, എനിക്ക് സാധ്യമല്ല. എന്തേ അയാളുടെ കൈയിന് കുഴപ്പമുണ്ടായിട്ട് എനിക്ക് കഴിയാത്തത് കൊണ്ടാണോ നബിയെ എന്ന വിനയത്തിന്റെ വാക്കാണോ? അല്ലല്ലോ, ധിക്കാരത്തിന്റെ സ്വരമാണ്, അഹന്തയുടെ സ്വരമാണ്, ദുരഭിമാനത്തിന്റെ സ്വരമാണ്, അതേ മികച്ചു നിൽക്കണം എന്ന സ്വരമാണ്. അയാൾ തിരിച്ചു പറയുന്നു, എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ ഒരാൾക്കെതിരിലും ഒന്നിന്റെ പേരിലും അതേ വ്യക്തിപരമായ കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും കേട്ടുപുഞ്ചിരിക്കുന്ന നേതാവിന് താൻ പഠിപ്പിച്ച ആദർശത്തിനെതിരെ, താൻ പഠിപ്പിച്ച ഒരു സത്യത്തിനെതിരെ, ധിക്കാരം പറയുന്നവനെതിരെ പ്രാർത്ഥിക്കാതിരിക്കാനായില്ല. കാരുണ്യത്തിന്റെ നേതാവിന്റെ മനസ്സ് പൊട്ടുന്നു. ആദർശമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്നതുകൊണ്ടല്ലാതെ ഞാൻ പറയാറില്ലല്ലോ. വമായം തിഖ്വനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അവിടുന്ന് പറയാറില്ല. ഇൻഹുവയില്ല വഹ്യു യൂഹാ, അവിടുത്തേക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തതാണ് പറയുന്നത് മുഴുവനും. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ, എന്റെ റബ്ബ് പറഞ്ഞൊരു കാര്യത്തിന് ധിക്കാരം പറഞ്ഞവനെ ഇനി എന്തു ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ലസ്തതഅ്തിനി, കഴിയാതിരിക്കട്ടെ. ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, പടച്ച റബ്ബിന്റെ നിർദ്ദേശപ്രകാരമല്ലേ അതും പറയുന്നത്. അതേ ധിക്കാരിയായ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണം വരെ ആ വലത്തെ കൈ പിന്നെ അയാളുടെ വായയിലേക്ക് അയാൾക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കൈയങ്ങ് കുഴഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സദസ്സിൽ വെച്ച് അവിടുത്തെ സുന്നത്തിനെ കളിയാക്കിയ ചോദ്യം ചെയ്തവന്റെ കൈ കുഴഞ്ഞുപോയിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷയവന് കിട്ടുന്നു. ഈ സന്ദേശമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമുക്ക് നൽകുന്നത്? എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പല നേതാക്കൾക്കും ഈ ഹദീസ് കേട്ടപ്പോൾ ഇതെന്തിന് നമ്മളൊക്കെ ഇരിക്കുന്ന വേദിയിൽ പറയേണ്ട കാര്യം എന്ന് തോന്നിപ്പോയി. സങ്കടമുണ്ട് നേതാക്കളെ, പ്രിയപ്പെട്ട നേതാക്കളെ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നത്? ആരാ ഇവിടെ ഇടത്തെ കൈകൊണ്ട് തിന്നുന്നത്? നിങ്ങളെന്തിനാ ഇവിടെ ഞങ്ങളൊക്കെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഈ ഹദീസ് പറയുന്നത്? പ്രിയങ്കരനായ നമ്മുടെ നേതാവായ അതേ ബഹുമാന്യനായ ടി.പി. ചോദിച്ചു. ഞാനൊരാളെയും കുറ്റപ്പെടുത്താനല്ല, സങ്കടത്തോടെ പറയുന്നു.
പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, ആ ഹദീസുകളെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം പറയുമ്പോൾ അത് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും തിരുത്തണം എന്ന നിലക്ക്, അതേപോലെ തന്നെ ആരിലെങ്കിലും അതുണ്ടെങ്കിൽ പോകട്ടെ എന്ന നിലക്കും നമ്മൾ പറയാറുണ്ട്. അതല്ലാതെ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനും നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇനി നമുക്കൊരു വേദിയിൽ വെച്ച് ഏത് ഹദീസായി ഇനി ഓതാൻ കഴിയുക? കള്ളു കുടിക്കരുതേ എന്ന ഹദീസ് പറയാൻ കഴിയുമോ? ഇനി മുതൽ പലിശ കൊടുക്കല്ലേ വാങ്ങല്ലേ എന്ന് പറയാൻ കഴിയുമോ? വ്യഭിചരിക്കല്ലേ എന്ന് പറയാൻ കഴിയുമോ? നുണ പറയല്ലേ എന്ന് പറയാൻ കഴിയുമോ? എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? നമ്മുടെ കൂട്ടത്തിലാരാ കള്ളുകുടിയൻ? നമ്മുടെ കൂട്ടത്തിലാരാ പെണ്ണുപിടിയൻ? നമ്മുടെ കൂട്ടത്തിലാരാ പലിശക്കാരൻ? നമ്മുടെ കൂട്ടത്തിലാരാ നുണ പറയുന്ന